മലയാളികളുടെ ഒരു ചിരിക്കാലം വിടവാങ്ങുകയാണ്. സലീം കുമാർ എന്ന യുഗത്തിന് ഇവിടെ അന്ത്യമായിരിക്കുന്നു. പക്ഷേ ഉറപ്പാണ്, അദ്ദേഹം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിലൂടെയെല്ലാം സലീം കുമാർ എന്ന അനശ്വര നടൻ ജീവിക്കും. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളുള്ളപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് നമ്മൾ വിട ചൊല്ലുക? എന്തായാലും നമുക്ക് ജിജീഷ് കരുണാകരനിലേക്ക് ഒന്നുകൂടി പോകാം. ജിജീഷ്, ആശുപത്രിയിൽ ഇപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എപ്പോഴാകും? അല്പസമയത്തിനകം തന്നെ ഈ പൊതുദർശനത്തിനായി കൊണ്ടുപോകുമോ? ഒപ്പം ആശുപത്രിയിലെത്തിയ പ്രമുഖർ ആരൊക്കെയാണ്? അശ്വതി, 8 മണിയോടുകൂടിയാണ് ഇവിടെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോവുക. ഇപ്പോൾ അമൃത ആശുപത്രിയിൽ തന്നെയാണ് സലീംകുമാറിൻ്റെ മൃതദേഹമുള്ളത്. ഇവിടെ നടൻ ദിലീപ് അടക്കമുള്ള ആളുകൾ, നാദുഷയും ദിലീപും, ഒപ്പം തന്നെ നടി ശ്വേതാമേനൻ, അമ്മ പ്രസിഡന്റ് കൂടിയായ ശ്വേതാമേനൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് എത്തിയിരുന്നു. ഇതിനുശേഷം ഇനി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ളവരെല്ലാം തന്നെ ഇതിനു ശേഷം പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലായിരിക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്യുക. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആ ഒരു വേർപാട് അവർക്കൊന്നും താങ്ങാനാകാത്തത് തന്നെയാണ് എന്ന് നേരത്തെ നമ്മളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഈ ഒരു മരണവിവരം 10:43 അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, കാരണം പല ഘട്ടങ്ങളിലും ഈ ഒരു രോഗാവസ്ഥ കൊണ്ട് അദ്ദേഹം മരണത്തോട് മല്ലടിച്ച് തിരിച്ചു വന്നതാണ് ആ ഒരു ചരിത്രം എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്നതുകൊണ്ട് തന്നെ അത് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. വീണ്ടും ആ സലീംകുമാർ ജീവിതത്തിലേക്ക് തിരികെ വരും എന്ന് കരുതിയ എല്ലാവരെയും തന്നെ ഒരു കണ്ണീരിലാഴ്ത്തി തന്നെയാണ് ആ ഒരു വിയോഗം ഉണ്ടാകുന്നത്. അത്തരം ഔദ്യോഗികമായി ഉള്ള അറിയിപ്പ് ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. കാരണം അതിന് മുമ്പ് വരെ നമ്മൾ ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം ആ സമയത്തും ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരുന്നത് അതേ തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ തന്നെയായിരുന്നു. അങ്ങനെ സലീംകുമാർ വിട്ടുപിരിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, സാംസ്കാരിക മേഖലയിലുള്ള മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, രാഷ്ട്രീയ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ അവരുമായെല്ലാം അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കാനും അവർക്കൊപ്പം നീങ്ങാനും എല്ലാം സലീംകുമാറിന് കഴിഞ്ഞിരുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടങ്ങളിലും തുറന്നു പറയുമ്പോൾ പോലും അത് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയല്ല അതിൻ്റെ ഒരു മാനദണ്ഡമെന്ന് വ്യക്തമാക്കിയ ആൾ കൂടിയായിരുന്നു നടൻ സലീംകുമാർ. അദ്ദേഹത്തെ തേടി ദേശീയ ചലച്ചിത്ര അവാർഡ് അടക്കം വരുമ്പോൾ, അല്ലെങ്കിൽ ആ അവാർഡ് എല്ലാം തന്നെ ഏറ്റുവാങ്ങും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. കാരണം ജീവിതം അങ്ങനെയെല്ലാം നീങ്ങുകയായിരുന്നു. കാരണം ഈ ഒരു ജീവിത വിജയം, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ ഓരോന്നായി തനിക്ക് എടുക്കാൻ കഴിഞ്ഞത് അതിൽ തൻ്റെ കഴിവ് മാത്രമല്ല, ഭാഗ്യമുണ്ട്, മലയാളികളുടെ ഒന്നടക്കമുള്ള പ്രാർത്ഥനയുണ്ട് എന്നെല്ലാം സലീംകുമാർ പറഞ്ഞിരുന്നു. മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്തും സേവന മേഖലയിലുമെല്ലാം സലീംകുമാർ എങ്ങനെയാണ് നിറഞ്ഞു നിന്നത് എന്നറിയാൻ 2018 പ്രളയകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട് 30ഓളം പേർക്ക് ഒരു സംരക്ഷണ കേന്ദ്രമായി എന്ന ഒരു അനുഭവം മാത്രം മതി. അന്ന് പ്രളയത്തിൽ അകപ്പെട്ടപ്പോൾ സലീംകുമാറിൻ്റെ വീടിൻ്റെ 1-ാം നില പോലും വരെ വെള്ളം കയറി. എന്നാൽ 2-ാം നിലയിൽ അവിടെ കഴിയാവുന്ന അത്രയും ആളുകളെ പാർപ്പിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെ തന്നെ തങ്ങി എന്ന് മാത്രമല്ല, സഹായം തേടി തനിക്ക് ബന്ധമുള്ളവരെ, തനിക്ക് പരിചയമുള്ളവരെ, അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നവരെ എല്ലാം അവിടെ നിന്ന് അദ്ദേഹം നിരന്തരം വിളിച്ചു, തന്നെയും ഈ കുടുംബങ്ങളെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് കോവിഡ് കാലത്ത്, കൊറോണ കാലത്ത് അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ തന്നെയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീണ്ടും രോഗം മൂർച്ഛിച്ചു എന്നും സലീംകുമാർ വിട പറഞ്ഞു എന്ന് പോലുമുള്ള വാർത്തകൾ ആ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ അതിനോടും അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. താൻ അങ്ങനെയൊന്നും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന ഒരു സലീംകുമാറിനെ കൂടി നമുക്ക് ആ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് സലീംകുമാർ നേരിട്ടിരുന്നത് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ആ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ നേരത്തെ കണ്ടതാണ്, ചില വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും എല്ലാം തന്നെ സലീംകുമാർ എങ്ങനെ
ആണ് അത്തരം കാര്യങ്ങൾ കോറിയിട്ടിരുന്നത് എന്ന് നമുക്കറിയാം. 1996 സിനിമ അരങ്ങേറ്റം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അതിനുശേഷം ഇഷ്ടമാണ് നൂറുവട്ടം അടക്കം ആദമിൻ്റെ മകൻ അബു തുടങ്ങിയ ചിത്രത്തിലൂടെ 2010 മികച്ച ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേടുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ കൊടുമുടികൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. ഇങ്ങനെ ആ ഒരു കാലത്ത് അല്ലെങ്കിൽ ആ ഒരു നേട്ടങ്ങൾ ഓരോന്നും ഒരിക്കലും അപ്രതീക്ഷിതമായിരുന്നു. സിനിമാ മേഖലയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ ഓരോന്നും മറ്റു പലർക്കും അവർ അവാർഡ് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് നടന വൈഭവം കൊണ്ടും പകരക്കാരില്ലാത്ത അഭിനയ മികവ് കൊണ്ടും സലിംകുമാർ ആ വഴികളെല്ലാം തന്നെ വെട്ടിപ്പിടിച്ചത് എന്നുകൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഓർക്കാനും അത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാനും എല്ലാം തന്നെ കഴിയുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ ആ മരണത്തിലേക്ക് നയിച്ചത് ഒരു ഹൃദയാഘാതമാണ് കൂടി. അതിനു മുമ്പ് അദ്ദേഹത്തെ അലട്ടിയിരുന്ന രോഗമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലാക്കിയ രോഗമെന്ന് പറയുന്നത് കരൾ രോഗം തന്നെയായിരുന്നു. ഏതാനും വർഷങ്ങളായി ആ രോഗാവസ്ഥയോട് മല്ലിട്ട് തന്നെയാണ് സലിംകുമാർ. രോഗം മൂർജിച്ചും കുറഞ്ഞും കൂടിയും കുറഞ്ഞുമെല്ലാം നിൽക്കുന്നു. കൂടുന്ന സമയത്ത് ആ ക്ഷീണങ്ങൾ അത് മുഖത്ത് കാണിക്കാതെ ശാരീരിക അവസ്ഥകളെയും മറികടന്നുകൊണ്ട് പൊതുവേദികളിലെല്ലാം സജീവമാകാൻ, സിനിമാ രംഗത്ത് സജീവമാകാൻ എല്ലാം സലിംകുമാറിന് കഴിഞ്ഞു എന്നതും ആ ഒരു മനസ്സിൻ്റെ ശക്തി തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയായി VD സതീശന് നൽകിയ സ്വീകരണത്തിൽ പറവൂരിൽ നടന്ന ആ ഒരു വലിയ സ്വീകരണ ചടങ്ങിലായിരുന്നു അവസാനമായി സലിംകുമാർ പങ്കെടുത്തത്. അങ്ങനെ ആ നാടിൻ്റെ ഒരു സാംസ്കാരിക മേഖലകളിൽ പറവൂരിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ സലിംകുമാറിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എത്രയോ ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. ജിജീഷിലേക്ക് മടങ്ങി വരാം. കൊച്ചിയിൽ ആശുപത്രിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതാണ്ട് 8 മണിയോടുകൂടി, ഇപ്പോൾ സമയം 7:24, 8 മണിയോടുകൂടി അശ്വതി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആശുപത്രിക്ക് മോർച്ചറിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷമാണ് പിന്നീട് പൊതുദർശനം നടക്കുന്നത്. പിന്നീട് വൈകിട്ട് 3 മണി, നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ്. ഒരുപക്ഷെ പൊതുദർശനത്തിൻ്റെ സമയം നീണ്ടുപോകുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കണമെന്ന നിർബന്ധവുമില്ല.